പ്രിയപ്പെട്ടവരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാനൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നൊക്കെ ഒരുപാട് നേതാക്കന്മാരൊക്കെ BJP എന്ന് പറയുന്ന ദേശീയ പാർട്ടിയിലേക്ക് ദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കാനായിട്ടുണ്ട്. യഥാർത്ഥ മതേതരത്വ വിശ്വാസികൾ, യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾ, യഥാർത്ഥ രാജ്യസ്നേഹികൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പവും കോൺഗ്രസ് പാർട്ടിയോടൊപ്പവും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ഒരു പ്രഡിക്ഷൻ മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള, ഭരണഘടനയെ കുന്തവും കുടച്ചക്രം എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുള്ള സജി ചെറിയാൻ എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ടല്ലോ, അയാൾ BJPയിലേക്ക് വരും എന്നുള്ളത് 100% ഉറപ്പ് പറയുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോളും. നോക്കൂ, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കന്മാരെ പഠിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ആചാരവും അനുഷ്ഠാനവും അവൻ്റെ കുലത്തെയും കുറിച്ച് വരെ ബോധവാനാക്കാത്ത രീതിയിൽ അവനെ വെറും കഞ്ചാവ് അടിക്കുന്നവനും MDMA അടിക്കുന്നവനും പെണ്ണുപിടിയനുമാക്കി മാറ്റുന്ന ഒരു പാർട്ടി ഉണ്ടോ ഈ ലോകത്ത് എന്ന് ചോദിച്ചാൽ അത് ഹൈന്ദവർക്ക് ശാപമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കോൺഗ്രസ്സുകാർ വലിയ മേന്മയുള്ളവരാണോ? ഒന്നുമല്ലെന്നേ. ഇവിടെയുള്ള ഓരോ ഹിന്ദുവിനെയും വെറും ശിഖണ്ഡിയാക്കി മാറ്റുന്ന, ഹിന്ദുവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ സംസ്കാരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ ആ നട്ടെല്ലുണ്ടല്ലോ, അവൻ ആ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ സ്വാഭിമാനി ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു നട്ടെല്ലുണ്ടല്ലോ, അത് നശിപ്പിക്കുന്നതിൽ ഇവിടെ ഇടതും വലതും മത്സരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുകൊണ്ടുമല്ല. സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി, സജി ചെറിയാൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വലിയ നേതാവ്, അയാൾ കഴിഞ്ഞ ദിവസം ഏകദേശം 4 ദിവസമായി ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കാസർഗോഡും മലപ്പുറത്തും നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇവിടെ നടക്കുന്ന ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ അദ്ദേഹത്തിന്റെ മനസ്സും പ്രതികരിച്ചു തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത ഇസ്ലാമിസ്റ്റുകളെ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾ, യഥാർത്ഥ രാജ്യസ്നേഹികൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും നിലനിൽക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നോക്കൂ, മലപ്പുറം ജില്ലയിൽ 33-ൽ 33ഉം ജില്ലാ പഞ്ചായത്ത് പിടിച്ചടക്കിയത് ആരാണ്? മുസ്ലിം ലീഗ് തന്നെയാണ് കീഴടക്കിയത്. ഇനി കാസർഗോഡ് ആണെങ്കിലോ, കാസർഗോഡ് അത് 24-ൽ 23ഉമാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ പിടിച്ചടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് സജി ചെറിയാന്മാരൊക്കെ പച്ചയ്ക്ക് ഇത്തരത്തിലുള്ള സത്യങ്ങൾ അറിയാതെയാണോ ഇനി അറിഞ്ഞുകൊണ്ടാണോ പറയുന്നത് എന്ന് നമ്മൾക്കും പറയേണ്ടി വരിക. നോക്കൂ, തിരുവനന്തപുരത്ത് 50 സീറ്റോളം BJP പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഈ സമയത്ത്, അതിനു മുൻപ് 50 പിടിച്ചു എന്ന വാർത്ത വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്? ഹിന്ദുത്വ ഭീകരത, അതല്ലെങ്കിൽ ഹിന്ദു വർഗീയത, അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അതിന് മാധ്യമങ്ങളൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് അഴിച്ചു വിട്ടിരുന്നത്. അപ്പോഴെന്തേ കാസർഗോഡ് 24-ൽ 23ഉം പിടിച്ചപ്പോൾ അതെന്താ പറയാത്തത്? മലപ്പുറത്ത് 33-ൽ 33ഉം മുസ്ലിം ലീഗ് പിടിച്ചപ്പോൾ എന്താ പറയാത്തത്? അത് പറയുമ്പോൾ എന്തുകൊണ്ടാ കുരു പൊട്ടുന്നത്? ഓ, ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞാൽ അത് വർഗീയതയാക്കാം, ഹിന്ദുക്കൾ ഇവിടെ വിജയിച്ചാൽ അത് വർഗീയ വിജയമാക്കി മാറ്റാം. എന്നാൽ ഇവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അത് പറയാനും പാടില്ല, പറഞ്ഞു കഴിഞ്ഞാലോ അത് മാപ്പ് പറയിപ്പിച്ചുകൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ പിണറായി വിജയനെ പോലുള്ള കേരളം ഭരിക്കുന്ന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് വാങ്ങി വിജയിച്ച പിണറായി അടക്കം ഈ സജി ചെറിയാനെ കൊണ്ട് തിരുത്തി പറയിച്ചിട്ടുണ്ട്, മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട്. ആരോടാ മാപ്പ് പറഞ്ഞത്? അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇസ്ലാമിക ജിഹാദികൾ, മുസ്ലിം ഭീകരത, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ലാളിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ വിളിക്കരുത്. ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളോടാണ് സജി ചെറിയാൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവ്, മുതിർന്ന സഖാവ് മാപ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സജി ചെറിയാനെ പോലെയുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാർക്കും ഹിന്ദു നേതാക്കന്മാർക്കും, എന്തിനേറെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഈ ഭാരതം, എൻ്റെ ഈ പെറ്റ രാജ്യം, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും നിൽക്കാനാവില്ല. അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എന്ന് ഉറക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അത് തന്നെയാണ് സജി ചെറിയാൻ വിഷയത്തിൽ അവസാനമായി കാണിച്ചു തന്നത്. എന്താ
വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായിട്ട് ഇവിടുത്തെ തീവ്രവാദി മുസ്ലിങ്ങൾ അങ്ങോട്ട് മുദ്ര കുത്താൻ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ മുദ്ര കുത്താൻ, ഇവിടുത്തെ കോൺഗ്രസ് രാജ്യദ്രോഹികൾ മുദ്ര കുത്താനുണ്ടായ കാരണം എന്താ? മറ്റൊന്നുകൊണ്ടുമല്ല, സജി ചെറിയാൻ പറഞ്ഞ പോലെ ചില നഗ്ന സത്യങ്ങൾ വെള്ളാപ്പള്ളി പച്ചയ്ക്ക് പറഞ്ഞു. മലപ്പുറം പോലെയുള്ള മലബാർ പ്രദേശങ്ങളിൽ SNDPക്ക് സ്കൂളുകളോ കോളേജുകളോ അനുവദിക്കുന്നില്ല, അത് മുസ്ലിങ്ങൾ പൂർണ്ണമായും തട്ടിയെടുക്കുന്നു. മുസ്ലിം ലീഗ് SNDPക്കെതിരെ അതല്ലെങ്കിൽ ഈഴവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കവരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴേക്കും അദ്ദേഹത്തെ തീവ്രവാദിയാക്കിയില്ലേ, വർഗീയവാദിയാക്കി മാറ്റിയില്ലേ? ഇത് തന്നെയാണ് അൽ കേരള മതേതരത്വം എന്നുള്ളത്. നോക്കൂ, ഇന്ന് രാവിലെ നമ്മുടെ ഒരു സഹോദരി ഒരു വീഡിയോ അയച്ചു തന്നു. അത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്രയും അന്ധവിശ്വാസം നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ, ദുഷ്ടർ, അവർ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടത്തുന്ന ധ്വംസനം എത്രത്തോളമാണ് എന്നുള്ളത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട സഖാക്കന്മാരുടെ ഓരോ ദിവസത്തെ വാർത്ത പുറത്തു വരുമ്പോഴും നമ്മൾ കാണുകയുണ്ട്. ഏറ്റുമാനൂരപ്പന്റെ, ഭഗവാൻ ശിവന്റെ ആ കോവിലിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരു സഹോദരി എനിക്ക് രാവിലെ ഒരു വീഡിയോ അയച്ചു തന്നത്. അതൊന്ന് കണ്ടിട്ട് നമ്മൾക്ക് ഓടിത്തിരിച്ചു വരാം. നോക്കാം. എൻ്റെ പേര് ജിലചന്ദ്ര ബാബു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്ര മൈതാനിയിലാണ്. ഇവിടെ 2 മാസമായി നടന്നു വരുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അറിയിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ശബരിമല അയ്യപ്പ കർമ്മസമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു എജിറ്റേഷൻ നടക്കുന്നത്. കാരണം ഈ നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടും ഭക്തജനങ്ങൾക്ക്. ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറ്റുമാനൂർ നഗരസഭയിൽ നമ്മൾ സെക്രട്ടറി മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിച്ചത്. ഇവിടെ ഏകദേശം 25 മീറ്റർ വീതിയാണ് കാണുന്നത്. ഉത്സവ കാലഘട്ടങ്ങളിൽ മിനിമം ഒരു 8-9 ആനയെങ്കിലും ഇവിടെ എഴുന്നള്ളിക്കുന്നതാണ്. അതിനുവേണ്ടി തന്നെ അറൗണ്ട് 27-28 മീറ്റർ സ്ഥലം ആവശ്യമുണ്ട്. പിന്നെ ഭക്തജനങ്ങൾ, ബാക്കി പരിവാരങ്ങൾ, വേല, അതുപോലെ തന്നെ സേവ, ഇതൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഈ പ്രദേശം, ഈ പറയുന്ന നിർമ്മിതി വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. പല രീതിയിലുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇത് കണക്കിലെടുത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തണം എന്നാണ് നമ്മുടെ ഈ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. മുമ്പ് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇവിടെ ഒരു ഫെൻസിങ്, താൽക്കാലിക ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു രീതിയിലുള്ള സ്ട്രക്ചറുകളും പാടില്ല എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കല്യാണ മണ്ഡപത്തോട് ചേർന്ന് തന്നെ ഒരു വഴിപാട് കൗണ്ടർ വന്നു. ഇതെല്ലാം ഭക്തജനങ്ങളുടെ മൂവ്മെൻറ്റിനെ വളരെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഉത്സവ സമയത്തും അതുപോലെ മറ്റുള്ള വിശേഷ ദിവസങ്ങളിലും വരുന്ന ഭക്തർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇതുമൂലം സംഭവിക്കുന്നു. പിന്നെ ഇവിടെ വടക്ക് ഭാഗത്തുള്ള ശ്രീകൃഷ്ണ കോവിൽ, ഇവിടുത്തെ തെക്ക് ഭാഗത്തേക്കുള്ള എൻട്രൻസ് ഈ ഭാഗത്താണ്. ഇത് പരിപൂർണമായിട്ടും അടഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ നിർമ്മിതി വന്നിട്ടുള്ളത്. കാര്യം, 1 മാസത്തിനുള്ളിൽ തന്നെ ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ്. ശിവരാത്രി, തിരുവുത്സവം, ഇതൊക്കെ ആരംഭിക്കുന്നത് ഫെബ്രുവരി 15-ാം തീയതി മുതലാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ സ്ഥലങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഭക്തജനങ്ങൾ തിരക്ക് അഭൂതപൂർവമായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അതുപോലെ തന്നെ ഉത്സവ കാലഘട്ടങ്ങളിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി, പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് നടന്നിട്ടില്ലെങ്കിൽ അത് നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭ പരിപാടികളിലോട്ടാണ് നമ്മുടെ സംഘടനകൾ ചിന്തിക്കുന്നത്. അതായത് ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് താന്തോന്നിത്തരം, തെമ്മാടിത്തരം കാണിക്കാൻ ആരോടും ചോദിക്കേണ്ടതില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് നിർമ്മിതികൾ നടത്തുമ്പോൾ അവിടുത്തെ വിശ്വാസികളോടോ അവിടുത്തെ ഭക്തജനങ്ങളോടോ മറ്റാരോടും ഒരഭിപ്രായം പോലും ചോദിക്കാതെ, അവിടുത്തെ ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തടയപ്പെടുന്ന രീതിയിലേക്ക് ഇത്തരം നിർമ്മിതിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഒരു ക്ഷേത്രം നശിച്ചാൽ, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരം നശിപ്പിക്കപ്പെട്ടാൽ അവനെ കാലാകാലം കമ്മ്യൂണിസ്റ്റ് അടിമയാക്കി കിട്ടുമെന്നുള്ള ആ കമ്മ്യൂണിസ്റ്റ് തത്വികാചാര്യന്മാരുടെ കണ്ടെത്തലുണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്ത
വ്യത്യസ്ത രീതിയിലുള്ള കൊടും ക്രൂരതകൾ, ആസൂത്രണങ്ങൾ തന്നെയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും നടക്കുന്നത് എന്ന് ഓരോ ഹിന്ദുവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം മാധ്യമങ്ങൾക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം 3 നേരം മൃഷ്ടാന്ന ഭോജ്യമായി കിട്ടുമ്പോൾ അത് വാരി വെട്ടി വിഴുങ്ങി തിന്ന് വയറ് വീർപ്പിച്ചുകൊണ്ട് ഹിന്ദുവിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന, അതല്ലെങ്കിൽ ആസൂത്രണം ചെയ്തു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നരഭോജികൾക്കും ഇസ്ലാമിക ജിഹാദികൾക്കും നന്ദി പ്രകാശിപ്പിക്കേണ്ടേ എന്നത് മാത്രം ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയാൽ നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.